നമസ്കാരം, എല്ലാവർക്കും GS Dickson ടോക്സിലേക്ക് സ്വാഗതം. ഞാനിന്നുള്ളത് നമ്മുടെ ആലുവയിൽ നമ്മളുടെ ബോട്ടിൽഡ് വാട്ടർ ഫില്ലിംഗ് പ്ലാന്റിലാണ് ഉള്ളത്. ആലുവയിൽ ശ്രീമൂലവരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം വെൽ വാട്ടറാണ്, കിണറിലെ വെള്ളം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ പെരിയാറിന്റെ അടുത്ത് ഉള്ള സ്ഥലമായതുകൊണ്ട് ഇവിടുത്തെ വെള്ളത്തിന് നല്ല ടേസ്റ്റാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബോട്ടിലിങ്ങിന് വേണ്ടിയിട്ട് ഈ ശ്രീമൂലവരം എന്ന് പറയുന്ന സ്ഥലം നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ ബോട്ടിലിങ്ങിന് മുന്നേ വാട്ടർ ട്രീറ്റ്മെന്റ് സിസ്റ്റം ഉണ്ട്. കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് വാട്ടർ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ അത് കാണാത്തവർ, വാട്ടർ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് കാണാത്തവർ ആ വീഡിയോ കാണുന്നത് നല്ലതായിരിക്കും. അപ്പോൾ വാട്ടർ ട്രീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബോട്ടിലിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ബോട്ടിലിംഗ് എന്നുള്ളത് ഞാൻ വളരെ ഭംഗിയായിട്ട് കാണിക്കാം. ഇത് ബോട്ടിൽ ഇൻഫീഡ് കൺവെയറിൽ നിന്ന് നേരെ വന്ന് കയറുന്നത് ഈ ഏരിയയിലാണ് വന്ന് കയറുന്നത്. ഇവിടെ നിന്ന് ബോട്ടിൽ മറിയാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ ട്വിൽറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. വന്ന് തലകീഴായി നിൽക്കുന്നു. ഈ തലകീഴായി നിർത്തിയതിന് ശേഷമാണ് ഇതിൽ റിൻസിങ് നടത്തുന്നത്. വെള്ളം ഹൈ പ്രഷറിൽ ഉള്ളിലേക്ക് പമ്പ് ചെയ്യുന്നത്. പമ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാവില്ല. 100% അത്രത്തോളം വെൽ പാക്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എങ്കിൽ പോലും ഒരു അഷുറൻസിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് വാട്ടറാണ് റിൻസിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ കുടിക്കുന്ന വെള്ളം തന്നെയാണ്, ഈ ബോട്ടിലുള്ള വെള്ളം തന്നെയാണ് നമ്മൾ റിൻസിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ റിൻസിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഫില്ലിംഗ് ഏരിയയിലേക്ക് പോകുന്നത്. ഇത് ഇവിടെ റിൻസിങ് കഴിഞ്ഞിട്ട് വരുന്ന ബോട്ടിൽസ് നേരെ വന്ന് കയറുന്നത് ഈ ഫില്ലിംഗ് ഹെഡിലേക്കാണ് വന്ന് കയറുന്നത്. ഇത് ഫില്ലിംഗ് ടാങ്കാണ്. ഈ ഫില്ലിംഗ് ടാങ്കിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഫില്ലിംഗ് ഹെഡിലൂടെ ഈ ബോട്ടിൽ ഓരോന്നായിട്ട് ഇങ്ങനെ റിവോൾവ് ചെയ്ത് വരുമ്പോൾ ഫില്ല് ചെയ്ത് ഏറ്റവും അവസാനം അവിടെ എത്തുമ്പോഴത്തേക്കും ബോട്ടിൽ ഫുള്ളായിട്ട് നിറഞ്ഞിട്ടുണ്ടാവും. അതൊരു സ്ലോ പ്രോസസ്സിംഗ് ആണത്. സ്ലോ ആയിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്ത് കറക്റ്റ് ചെയ്യുന്നത്. ഫില്ലിങ് കഴിയുന്നതിന് ഉടനെ തന്നെ ക്യാപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ആ ക്യാപ്പിംഗ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. ക്യാപ്പിങ്ങിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നിട്ടാണ്. അതായത് നമ്മൾ ബൾക്കായിട്ട് വരുന്ന ക്യാപ്സ് പാക്കറ്റിൽ നിന്ന് ഈ ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഇടുന്നത്. ഇത് ഏകദേശം ഒരു 50,000 ബോട്ടിൽസ് നമുക്കിതിനകത്ത് ക്യാപ്സ് നമുക്കിതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ബോട്ടിൽസ് ക്യാപ്സ് നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്യുന്ന ക്യാപ്സ് ഈ കൺവെയറിലൂടെ ഓട്ടോമാറ്റിക്കായിട്ട് മിഷന് ആവശ്യമുള്ള ബോട്ടിൽ ക്യാപ്സ് ഇവിടെ നിന്ന് എലിവേറ്റ് ചെയ്ത് മുകളിലേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ മുകളിലൂടെ പോയി അവിടെ ക്യാപ്പിംഗ് ഹെഡിലേക്കാണ് വരുന്നത്. ഇതെല്ലാം ഓട്ടോമാറ്റിക്കാണ്, എല്ലാം സെൻസേഴ്സ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. തീരുന്നതനുസരിച്ച് ഇവിടുന്ന് തനിയെ എലിവേറ്റ് ചെയ്ത് പോയി മുകളിൽ കയറി ഫില്ലിംഗ് ക്യാപ്സിൻ്റെ ക്യാപ്പിംഗ് ഏരിയയിലേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇനി ക്യാപ്പിംഗ് നടക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. ക്യാപ്പിംഗ് ഹെഡിലൂടെ മുകളിൽ നിന്ന് എലിവേറ്ററിലൂടെ കയറി വരുന്ന ക്യാപ്സ് ഈ ക്യാപ്പിംഗ് ഏരിയയിലാണ് വരുന്നത്. ഈ ക്യാപ്പിംഗ് ഏരിയയിൽ ഇവിടെ ഈ ചാനലിലൂടെ വന്ന് ഈ ഫില്ലിംഗ് ഹെഡിൻ്റെ ഉള്ളിലേക്ക്, ക്യാപ്പിംഗ് ഹെഡിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് റിവോൾവ് ചെയ്യുന്നതനുസരിച്ചിട്ട് ക്യാപ്പ് ചെയ്ത് പുറത്തേക്ക് പോരുകയാണ്. ക്യാപ്പ് ചെയ്ത് പുറത്തേക്ക് പോരുന്ന ഏരിയ ആണിത്. ഈ രീതിയിലായിരിക്കും ക്യാപ്പ് ചെയ്ത് പുറത്തേക്ക് പോരുന്നത്. ഇത്രയും ഫുള്ളായിട്ട് വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും, ക്യാപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇതിന് ശേഷമാണ് ബോട്ടിലിൻ്റെ സ്ലീവ് ഇടുന്നത്. സ്ലീവ് മീൻസ് ലേബിൾസ് ഇടുന്നതൊക്കെ ഇതിന് ശേഷം ഈ ഫില്ലിംഗ് റൂമിൽ നിന്ന് പുറത്തേക്ക് പോയതിന് ശേഷമാണ് ലേബിളിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫില്ലിംഗ് കഴിഞ്ഞ് വരുന്ന ബോട്ടിൽസ് ഈ രീതിയിൽ കൺവെയറിലൂടെ വന്ന് നമ്മൾ ഈ രീതിയിൽ ഇവിടെ എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. 12 ബോട്ടിൽസ് വീതം ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് ഈ മെഷീൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇത് പ്ലാസ്റ്റിക് കവറാണ്. ഇത് ഫുൾ കവേർഡ് ആയിട്ട് ഇത് ഹീറ്റിംഗ് ടണലാണ്. ഈ ഹീറ്റിംഗ് ടണലിൻ്റെ ഉള്ളിലൂടെ കയറുമ്പോൾ ഇത് ഹൈ ടെമ്പറേച്ചറാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഹീറ്റിംഗ് ടണലിൻ്റെ ഉള്ളിലൂടെ കയറുമ്പോൾ ഈ ബോട്ടിൽസ് എല്ലാം റാപ്പ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഏകദേശം ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ബോട്ടിൽസ് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോഴത്തേക്ക് ഫുൾ പാക്ക് ആയിട്ടുണ്ടാവും. ഇതാണ് ബോട്ടിൽ വാട്ടറിൻ്റെ പ്രോസസ്സിംഗ് രീതിയും പാക്കിംഗ് രീതിയും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ആശയങ്ങളുമായിട്ട് ഞാൻ വരുന്നത് വരെ ടിൽ ദെൻ ബൈ. താങ്ക് യു.